സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണം, മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടായിരുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, ഡീൻ പൂക്കോട് വെറ്ററിനറി കോളേജിലെ ഡീൻ MK നാരായണൻ, ഒപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ VC നടപടി കൈക്കൊണ്ടിരിക്കുന്നു. അവർക്ക് സസ്പെൻഷൻ എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തുവരുന്നത്. അവരോട് വിശദീകരണം ചോദിച്ചിരുന്നു. എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് മരണം അറിഞ്ഞതിന് ശേഷം ആ വിഷയത്തിൽ എന്നത്. ആ മറുപടി തൃപ്തികരമല്ല എന്നത് VC നിലപാടായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് ഇവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല, ഇവരോട് വിശദീകരണം തേടിയിരുന്നു, പക്ഷേ ആ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല എന്നതാണ്. ഇനിയും ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് അന്വേഷണത്തെ ഇവർക്ക് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കൊരു സ്വതന്ത്രമായ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതാകും ഇവർ സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ളതാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. ഡോക്ടർ MK നാരായണൻ, ഡീൻ ആൻഡ് വാർഡൻ, ഒപ്പം തന്നെ ഡോക്ടർ R കാന്തനാഥൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അസിസ്റ്റന്റ് വാർഡൻ, ഈ രണ്ടുപേരെയും ഉടനടി തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് പ്രൊഫസർ ഡോക്ടർ PC ശശീന്ദ്രൻ, വൈസ് ചാൻസലർ, ഇപ്പോൾ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. തൃപ്തികരമായ വിശദീകരണമല്ല നൽകിയിട്ടുള്ളത് എന്നതാണ്. ഇതിൽ ഡീൻ പറഞ്ഞിട്ടുള്ളത് ഉടൻ തന്നെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രിയിലേക്ക് നേരിട്ട് ചെന്ന് നടത്തുകയും ചെയ്തു, കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്, ഇതെല്ലാം അദ്ദേഹം വിശദീകരണമായി പറയുന്നുണ്ട്. പക്ഷേ അത് തൃപ്തികരമല്ല എന്ന് കണ്ടുകൊണ്ടാണ് വൈസ് ചാൻസലർ ഡോക്ടർ PC ശശീന്ദ്രൻ ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. സജോ ദേവസ്യയിലേക്ക് ഒരിക്കൽ കൂടി. സജോ, ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു, ആ നടപടി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന് നേരത്തെ തന്നെ സജോ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ, വിശദാംശങ്ങൾ? അനുജ, അല്പസമയം മുൻപാണ് സസ്പെൻഷൻ ഉത്തരവ് കേരള വെറ്റിനറി സർവകലാശാലയുടെ VC ഡോക്ടർ PC ശശീന്ദ്രൻ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇരുവരോടും വിശദീകരണം തേടിയിരുന്നു. അതായത് ഡീൻ ഡോക്ടർ MK നാരായണൻ, ഒപ്പം അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരോടാണ് വിശദീകരണം തേടിയത്. അതായത് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ കാര്യങ്ങളിൽ കുറ്റകരമായ വീഴ്ച ഇരുവർക്കും സംഭവിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരോടും വിശദീകരണം തേടിയത്. ആ വിശദീകരണത്തിൽ അവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത്. ഒപ്പം കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണം വളരെ കൃത്യമായി മുൻവിധികളില്ലാതെ നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ വളരെ ഫ്രീ ആയ ഫെയർ ആയ ഫാക്ട് ഫൈൻഡിങ്ങിന് സാധ്യമായ, അതായത് മുൻവിധികളില്ലാതെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതിന് ഇവരുടെ സസ്പെൻഷൻ അനിവാര്യമായി വന്നിരിക്കുകയാണ് എന്നുകൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. അവരുടെ സസ്പെൻഷൻ സർവീസിൽ നിന്ന് യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അനിവാര്യമായ സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു. അതായത് അവരുടെ വിശദീകരണം പരിശോധിച്ചു, സാഹചര്യം കൃത്യമായി പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സസ്പെൻഷൻ എന്നത് അനിവാര്യമായിരിക്കുന്നു. അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയിലേക്ക് പോകുന്നത് എന്നുകൂടിയാണ് ഈ ഉത്തരവിൽ പറയുന്നത്. മറ്റ് വിശദാംശങ്ങൾ സസ്പെൻഷൻ ഉത്തരവിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ ഉൾപ്പെടുത്താറില്ല. അതായത് ഇവർ പറഞ്ഞ, അതായത് ഡീനും അസിസ്റ്റന്റ് വാർഡനും, അതായത് ഡീൻ എന്നത് ഹോസ്റ്റലിൻ്റെ വാർഡൻ കൂടിയാണ്, അസിസ്റ്റന്റ് വാർഡൻ രണ്ടുപേരാണ്. ഇരുവരോടുമാണ് വിശദീകരണം തേടിയത്. കാരണം ഈ ക്യാമ്പസിൽ ഇത്രയും വലിയൊരു അതിക്രമ സംഭവം നടന്നിട്ട് ഇരുവരും അറിഞ്ഞില്ല. അതൊരു ദൗർഭാഗ്യകരമായ മരണത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ഇവർ ഈ വിവരം അറിയുന്നത്. അതിനുശേഷം തന്നെയും മറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തുടരുക, ഞാൻ സജോയിലേക്ക് എത്താം. ഇപ്പോൾ ശ്രീ ഷിബു, സിദ്ധാർത്ഥന്റെ അമ്മാവൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷിബു, ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. അതായത് ഡീനിനും അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷൻ, അത് വൈസ് ചാൻസലറുടേതാണ് നടപടി. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വിശദീകരണം തേടിയിരുന്നു എന്താണ് ഇവർ കൈക്കൊണ്ട നടപടി എന്നതിൽ. ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. താങ്കളുടെ ആദ്യ പ്രതികരണം എങ്ങനെയാണ്? അതിൽ ഇപ്പോൾ ഇത് വാർത്ത അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഈ സസ്പെൻഷൻ വളരെ വൈകിയിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് നമ്മൾ ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്, ഡീനിന് ഈ അസിസ്റ്റന്റ് വാർഡന്, അതായത് കാന്തനാഥൻ അയാൾക്കും ഇതിൽ പൂർണ്ണമായ പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെ നടപടിയെടുത്തില്ല. ഇപ്പോഴെങ്കിലും ആ നടപടി ഉണ്ടായിട്ടുണ്ട്. VC പുതിയതായി ചാർജ് എടുത്ത VC വീട്ടിൽ വന്നപ്പോഴും പറഞ്ഞു അന്വേഷണം
നടത്തി തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതും പ്രകാരം അത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ അതിൽ തീർന്നില്ല. ഇദ്ദേഹത്തിനെ പ്രതി ചേർത്ത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കൊലപാതകം വെളിയിൽ വരുവുള്ളൂ. ഇത് ഒരു കാരണവശാലും സിദ്ധാർത്ഥൻ ഇവര് പറയുന്നത് പോലെ ആത്മഹത്യ അല്ല, ഇതൊരു കൊലപാതകമാണ്. അത് കൃത്യമായി തെളിയിക്കണമെങ്കിൽ ഇത് കൊലപാതകം തന്നെയാണെന്ന് വീട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. അത് കൂടുതൽ അറിയാൻ ഡീനിനെ ചോദ്യം ചെയ്ത് ഡീനാണ് ആദ്യമായി ഇത് കാണുന്നത്. അപ്പോൾ ആ കുട്ടികൾ ഈ ചെയ്തവർ തന്നെയാണ് ബാത്റൂമിൽ കയറി നിന്ന് കതവടച്ച് ചവിട്ടി തുറന്നത്. അല്ലാതെ സിദ്ധാർത്ഥനെ കഴുത്തിൽ കുരുക്കിട്ട് കെട്ടി തൂക്കിയതാണ് അവര്. അത് തെളിയണമെങ്കിൽ ഡീനിനെ ചോദ്യം ചെയ്യണം. സസ്പെൻഷൻ കൊണ്ട് ഒതുങ്ങില്ല, അദ്ദേഹത്തിന്റെ പ്രതിപട്ടികയിൽ ചേർത്ത് ചോദ്യം ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ശ്രീ ഷിബു, ഇതിൽ ഈ ഡീൻ പറയുന്നത് തൻ്റെ ഭാഗത്ത് ഒരു തരത്തിലും വീഴ്ചയുണ്ടായിട്ടില്ല. ഒന്ന്, താൻ അവിടെ താമസിച്ച് ഹോസ്റ്റലിലെ കാര്യങ്ങൾ നോക്കേണ്ടയാളല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ വിവരം അറിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആശുപത്രിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ തൻ്റെ കൂടി മേൽനോട്ടത്തിലാണ് നടത്തിയത്. വീട്ടിലുള്ളവരെ, അതായത് കുടുംബാംഗങ്ങളെ അറിയിക്കാൻ ചുമതലപ്പെടുത്തി, അത് മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ചുമതലപ്പെടുത്തിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉടനടി തന്നെ തൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള വാദം, ഇപ്പോൾ ആ വാദമാണ് നമുക്കറിയാവുന്നതുപോലെ VC തള്ളിയിട്ടുള്ളത്. താങ്കൾ എങ്ങനെയാണ് ആ വാദത്തെ നോക്കിക്കാണുന്നത്? സാറേ, അത് വളരെ തെറ്റല്ലേ സാറേ? ഡീനിന്റെ ഉത്തരവാദിത്തമാണ് ഹോസ്റ്റലിലെ കാര്യങ്ങൾ അറിയുക എന്നത്. ഡീനിനാണ് അതിന്റെ ചാർജ്. ഡീനിന്റെ അഭാവത്തിൽ അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അസിസ്റ്റന്റ് വാർഡനാണ്. രണ്ടുപേരും ഹോസ്റ്റലിൽ പോകാറില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അസിസ്റ്റന്റ് വാർഡന് അവിടെ പോകുന്നില്ല, കാര്യങ്ങൾ നോക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് നടപടിയെടുക്കേണ്ടത് ഡീനിന്റെ ഉത്തരവാദിത്വമാണ്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയേണ്ട ഉത്തരവാദിത്വം ഡീനിനുണ്ട്. ഡീനും കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞു, എനിക്ക് സെക്യൂരിറ്റി പണി അല്ല എന്ന്. അദ്ദേഹത്തിന് അതുപോലും ചെയ്യാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനുള്ള പണി അദ്ദേഹത്തിന് പോലും അറിയില്ല. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ന്യായമില്ല. അദ്ദേഹം വീട്ടിൽ അറിയിച്ചു എന്ന് പറയുന്നത് ഞങ്ങളെ ഒഫീഷ്യലായിട്ട് അദ്ദേഹം അറിയിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്തത് അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ അടുത്ത് പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥി വിളിച്ചോട്ടെ, ഇദ്ദേഹം ഉടൻ തന്നെ അറിയിക്കണ്ടേ? അതിന്റെ വേണ്ടപ്പെട്ടവരെ വിളിച്ചറിയിക്കണം, അവരുടെ ഓഫീസിൽ നിന്ന് അറിയിക്കണം. ഇത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ അതല്ലല്ലോ. ആംബുലൻസ് ഡ്രൈവർ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയല്ലോ. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അറിവോടുകൂടി ഇദ്ദേഹമാണല്ലോ അഴിച്ചു മാറ്റിയത്. ഇവര് പറയുന്നു നേരത്തെ മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് അറിയാമല്ലോ അത് പോലീസിന്റെ സാന്നിധ്യത്തിലേ ചെയ്യാവുള്ളൂ എന്ന്. ജീവൻ രക്ഷിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് നോക്കുമ്പോൾ അറിയാമല്ലോ, പൾസ് ഡോക്ടറല്ലേ. അപ്പൊ അതെന്തോ വരട്ടെ, അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കാരണം കൊണ്ടാണ് അവിടത്തെ ഹോസ്റ്റലിലുള്ള തെളിവുകളെല്ലാം നശിച്ചത്. അദ്ദേഹം മനഃപൂർവ്വം ആ തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് കൂട്ടുനിന്നു. ഈ കൃത്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് കൂട്ടുനിന്നു. അത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ മാരകമായി മർദ്ദിച്ചു. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നല്ലോ. ഇത്രത്തോളം മാരകമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിനെ വെറും ഒരു ആത്മഹത്യയാക്കി മാറ്റുന്നതിലേക്ക് ഡീനിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. അതെ, ഇപ്പോൾ ഇതിൽ VC ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത്, ഇവർ സ്ഥാനത്തിരിക്കെ ഒരു അന്വേഷണം നടത്തിയാൽ അത് സ്വതന്ത്രമായൊരു അന്വേഷണമാകില്ല, ഇവർക്ക് അന്വേഷണത്തെ സ്വാധീനിക്കാനും തടസ്സപ്പെടുത്താനും ഒക്കെ കഴിയും. അത്തരത്തിലേക്ക് സ്വാധീനമുള്ളവരാണല്ലോ രണ്ടുപേരും. അതുകൊണ്ട് കൂടി ഇവരെ നീക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ അന്വേഷണത്തെ, ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ദുർബലമാണ്. അതിനകത്ത് കൊലക്കുറ്റം ഇതുവരെയും വന്നിട്ടില്ല. ഞങ്ങൾ വളരെ പ്രാവശ്യം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചനയെങ്കിലും വന്നിട്ടുള്ളത്. ആ ഗൂഢാലോചനയുടെ കാര്യങ്ങൾ അവരെ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോൾ അപ്പോൾ തെളിവെടുപ്പിനോടനുബന്ധിച്ച് ആ കൊലക്കുറ്റവും ഇതിനകത്ത് ചേർന്ന് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അത്തരത്തിലാവുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അന്വേഷണം കൃത്യമായി പോകുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ കൊലപാതകം ഇവര് അട്ടിമറിക്കപ്പെടും. അതോടൊപ്പം ഡീനിന്റെ കാര്യം പറഞ്ഞു, അത് സത്യമാണ്. ഡീനിനെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിച്ചാൽ മാത്രമേ ഇത് നമുക്ക് തെളിയിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും സ്വാധീനം, അദ്ദേഹത്തിനുള്ള പോലത്തെ സ്വാധീനം വേറെ ഒന്നുമില്ല. എത്രയോ ദിവസം കൊണ്ട് പറയുന്നു ഡീനിനെ മാറ്റണം. ഇതുവരെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയുള്ള ഡീനിനെ മാറ്റി നിർത്തി അന്വേഷിച്ചാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും സത്യം വെളിയിൽ വരുള്ളൂ. ഏകദേശം തെളിവുകൾ അവർ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവശേഷിക്കുന്ന തെളിവുകളിൽ നിന്ന് മാത്രമേ ഇത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇത് തെളിയിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഡീൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ ഷിബു.